ബബലു നമസ്കാരം. എന്തൊക്കെയുണ്ട്? എടാ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ -ഡിഗ്രി സെൽഫിഷിലാണ് നിൽക്കുന്നത്. റെസൊല്യൂഷൻ എന്താണ് ന്യൂ ഇയർ ആയിട്ട്? പിന്നെ റെസൊല്യൂഷൻ ഉണ്ട്. അത് പിന്നെ എല്ലാ വർഷത്തെ പോലെ ഈ വർഷം ഉണ്ട്. എടാ ഈ റെസൊല്യൂഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ന്യൂ ഇയറിൽ നാട്ടിലല്ലേ ആഘോഷിച്ചത്. അപ്പൊ നാട്ടിൽ നമ്മളെല്ലാം ആഘോഷം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ റെസൊല്യൂഷനെ കുറിച്ച് പ്ലാൻ ചെയ്തു. അപ്പൊ നമ്മുടെ പീറ്റർ വിനോദില്ലേ, ഇതാ അവന്റെ റെസൊല്യൂഷൻ കേട്ട് നമ്മളെല്ലാരും ഞെട്ടിപ്പോയടേ. ഈ പരദൂഷണം അപരാധം പറച്ചിൽ നിർത്തിക്കൂടെ? ഇവിടെ പരദൂഷണമല്ല, വിനോദിന് എന്തിനാ റെസൊല്യൂഷൻ ആയിക്കോട്ടെ. ഈ ചന്ദ്രേട്ടന് എന്തിന്റെ കുഴപ്പമാണ്? നിങ്ങൾ ഈ അപരാധം പറഞ്ഞു നിർത്തണേ, ശരിയായ രീതിയിൽ. എന്നാ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് പണ്ടേ ഇങ്ങനെയുള്ള ശീലങ്ങളുള്ള ഒരാളാണ് ഞാൻ പറയണല്ലോ. ഇത് നമ്മ കാരണമുള്ള ആളല്ലേ ഈ പീറ്റർ വിനോദ്. അല്ലെ ഇതിന് അങ്ങനെ റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കെന്ത് സുഖമുള്ളൂ. എന്നാ ശരി, ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. പീറ്റർ വിനോദിന്റെ റെസൊല്യൂഷൻ ഈ അപരാധം പറച്ചിൽ ഇതുവരെ നിർത്താറായില്ല. എന്തായിരിക്കും പീറ്റർ വിനോദിന്റെ റെസൊല്യൂഷൻ? നമ്മളെന്ത് കാര്യം അപരാധം. എന്നാൽ എന്തായിരിക്കും പീറ്റർ വിനോദിന്റെ റെസൊല്യൂഷൻ? അറിയാത്തുള്ളൊരു സമാധാനമില്ല. അറിയാൻ വയ്യാത്തതുകൊണ്ട് ഒരു സമാധാനമില്ല. ചന്ദ്രേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. നീ കുറച്ചു മുന്നേ അല്ലേ പറഞ്ഞത്? എന്തുവാടേ? പിന്നെ അന്ന് നാട്ടിൽ പോയെന്ന് പറഞ്ഞില്ലായിരുന്നോ? എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടെന്ന് ന്യൂ ഇയറിന്. പിന്നെ അത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലല്ലായിരുന്ന ആ സമയത്ത് ചെയ്തതാ. പീറ്റർ വിനോദ് റെസൊല്യൂഷൻ പറഞ്ഞെന്ന് നിങ്ങൾ ഞെട്ടി നങ്ങാണ്ടൊക്കെ പറഞ്ഞില്ലേ? പീറ്റർ വിനോദിന്റെ റെസൊല്യൂഷനാ? എടാ അത് ഞാൻ ഇപ്പൊ ഒരു അർജന്റ് ആയിട്ട് സ്ഥലം വരെ പോവുകയാണ്. ഞാൻ പോയിട്ട് വന്നിട്ട് നിനക്ക് മെസ്സേജ് അയക്കാം കേട്ടാ. ഓക്കെ. ശരി. ബബ്ലു. ബബ്ലു? എന്തോ. ഹലോ ബബ്ലു. ചന്ദ്രേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. നിനക്കെന്തൊരു പ്രാന്താ? നീ കുറച്ചു മുന്നേ അല്ലേ പറഞ്ഞത്? നീ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞില്ലേ? പീറ്റർ വിനോദിന്റെ മറ്റേ എന്താ റെസൊല്യൂഷൻ ഇല്ലേ? അത് എന്തോ അത് അറിയാത്തോണ്ടെന്തോ കിടന്നിട്ട് പുറപ്പം വരണില്ല. അതാണ് ഞാൻ. പീറ്റർ വിനോദിന്റെ റെസൊല്യൂഷനാ? എടാ ഞാൻ കറി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ഒരു പരിവാവും. നീ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കാം. അത് നീ പരദൂഷണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പരദൂഷണം പറയുമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പറയാമോ? ഇത് കേൾക്കാൻ വേണ്ടിട്ട് വിളിക്കും. ഇത് എന്തിനാണെന്ന് പിന്നെ വിളിച്ചോണ്ടിരിക്കും. അവൻ കുറെ അനുഭവിക്കട്ടെ. മനുഷ്യന്റെ ഓർക്കം കളയാൻ പീറ്റർ വിനോദിന് മാത്രം റെസൊല്യൂഷൻ അല്ല, നമുക്കില്ല. ബബ്ലു, എന്തൊക്കെയുണ്ട് വിശേഷം? പീറ്റർ വിനോദിന്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു. പീറ്റർ വിനോദിന്റെ റെസൊല്യൂഷനാ? നീ ഇതുവരെയ്ക്കും അത് വിട്ടില്ലേടേ? ഇതുപോലെങ്കിലും പറഞ്ഞു, ബാക്കി ഞാൻ ഓടിച്ചെടുത്തോളാം. നീ എന്റെ കൂടെ പറഞ്ഞില്ലേ എന്റെ ഇത്തവണത്തെ റെസൊല്യൂഷൻ ഏതായിരിക്കണമെന്ന്? നമ്മളെ എന്താണ് പരദൂഷണം ഒഴിവാക്കണമെന്നുള്ള റെസൊല്യൂഷൻ. ഞാൻ അതാ എടുത്ത്. ഇനി എനിക്കത് പറയാൻ പറ്റില്ല. പീറ്ററിന്റെ എല്ലാവരും വേറെ ആരെങ്കിലും പറഞ്ഞാലും ഇല്ല, ഇനി അത് പറയില്ല. ഇനി അടുത്ത വർഷം. നീ അത് ആലോചിച്ച് വെറുതെ തല ഉണ്ടാക്കണ്ട കേട്ടാ. പിന്നെ ശരി, ഓക്കെ എന്നാ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ശരി എന്നാ. ഹലോ, പീറ്റർ വിനോദിന്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു. പീറ്റർ വിനോദിന്റെ